ഹായ് എവ്രി വൺ, എല്ലാവർക്കും ഷീബാസ് ട്രാവൽ സ്റ്റോറിയിലേക്ക് സ്വാഗതം. ശനിയാഴ്ച തന്നെ രാവിലെ ഇറങ്ങി പുറത്തുനിന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഒരു ദിവസത്തെ ഒരു വീക്കെൻഡ് ട്രിപ്പിന് കസിൻസുമായിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് പുറത്തിറങ്ങുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെയൊക്കെയാണ് മനസ്സിൽ വിചാരിച്ചെങ്കിലും പോകുന്ന വഴി ഇങ്ങനെയുള്ള ഒന്നും കിട്ടിയില്ല. പെട്ടെന്നൊരു ഇഡ്ഡലി കഴിച്ച് തീർത്തു. വിഹാനാണ് ഞങ്ങളുടെ മെയിൻ അട്രാക്ഷൻ ഈ ട്രിപ്പിൽ. അപ്പോൾ ഞങ്ങൾ പോകുന്നത് മന്ദാരഗിരി എന്ന് പറയുന്ന ഹിൽ ഏരിയയിലേക്കാണ്. രാവിലെ പുറപ്പെട്ട് കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ 60 കിലോമീറ്റർ ദൂരമാണ് ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് അവിടത്തേക്കുള്ളത്. തുംകൂർ റോഡ് എന്ന് പറയുന്ന ആ വഴിയാണ് പോകേണ്ടത്. നമ്മൾ പോയി എത്തുമ്പോൾ തന്നെ ദൂരെ നിന്ന് നമുക്ക് ഈ വ്യൂ കാണാം. കുറച്ച് രാവിലെയൊക്കെ പോയി കഴിഞ്ഞാലാണ് നല്ലത്. ഞങ്ങൾ പോയി അവിടെ എത്തി എല്ലാവരും കൂടെ ഇറങ്ങിയൊക്കെ ആകുമ്പോൾ കുറച്ച് സമയമായി. അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളാണ് ഈ കാണുന്നത്. ഒരു പാർക്കിംഗ് ഏരിയയും ചെറിയൊരു കോഫി കുടിക്കാനുള്ള ഒരു സ്ഥലവും ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി അങ്ങനെയൊക്കെ ഉണ്ട്. മന്ദാരഗിരിൻ്റെ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്. നടന്ന് കയറാൻ പറ്റാത്തവർക്ക് ഓട്ടോ ഉണ്ട് ഇവിടെ. അവിടെ ഒരു ചുറ്റും റോഡുണ്ട്. അപ്പോൾ അതിലേ പോയി കഴിഞ്ഞാൽ മുകളിൽ വരെ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരും. 300 rupees. ഇനിയാണ് ഞങ്ങൾക്ക് നടന്ന് കയറാനുള്ളത്. ഈ സ്റ്റെപ്സ് ഒരു 450 സ്റ്റെപ്സ് ഉണ്ട് കയറി പോവാൻ. പക്ഷെ കുഴപ്പമില്ലാണ്ട് ഒരു 10-20 മിനിറ്റിനകത്തൊക്കെ കയറി മുകളിലെത്താൻ പറ്റും. ആ ഹില്ലിൻ്റെ ചുറ്റുമുള്ള പച്ചപ്പുള്ള ഹില്ലല്ല, ഫുൾ പാറയാണ്. പക്ഷെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ്. അപ്പം ഞങ്ങൾ ബാംഗ്ലൂർ കസിൻസിൻ്റെ എല്ലാവരും ആയിട്ടില്ല, ഇനിയും കുറേ ആൾക്കാരുണ്ട് ഞങ്ങൾക്ക് ബാംഗ്ലൂർ. പക്ഷേ ഒത്തുചേരാൻ പറ്റുന്ന എല്ലാവരും കൂടിയാണ് ഈ ട്രിപ്പ് ആദ്യമായിട്ട് പ്ലാൻ ചെയ്ത് എല്ലാവരും കൂടെ ഒരുമിച്ച് പോയത്. നല്ല സ്റ്റീപ്പായിട്ടുള്ള കയറ്റം തന്നെയാണ്. കുറച്ച് വിഷമമൊക്കെ ആയിരുന്നു. കാരണം ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേനും കുറച്ച് നല്ലോണം ഉച്ച പോലെ ആയി സമയം. അപ്പം കുറേയും കൂടി രാവിലെ പോവുകയാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെതറായിരിക്കും. ഒറ്റ കല്ലാണ് ഈ മുഴുവൻ കാണുന്ന ഒരു ഹില്ല്. അതാണ് അതിൻ്റെ ഏറ്റവും പ്രത്യേകത. മൊണോലിത്തിക് ഹിൽ എന്നാണ് അതിന് മന്ദാരഗിരി അറിയപ്പെടുന്നത് തന്നെ. നമ്മൾ ഈ മൊണോലിത്തിക് സ്റ്റാച്ചു എന്നൊക്കെ പറയുന്ന പോലെ മൊണോലിത്തിക് ഹില്ലാണിത്. എങ്ങനെയുണ്ടായിരുന്നു വിഹാൻ? എവിടെ കറുത്ത? ഓ മൈ ഗോഡ്, അവരെല്ലാം വരുന്നുണ്ട്. അപ്പം നമ്മളവിടെ നടന്നെത്തി ചെരുപ്പൊക്കെ അഴിച്ചു വെച്ച് കയറി പോകുമ്പം തന്നെ കാണുന്ന ഏറ്റവും വലിയ അട്രാക്ഷൻ ഇതാണ്. ബുദ്ധൻ ഇരിക്കുന്ന ഒരു മരത്തിൻ്റെ അടിയിലുള്ള ഒരു സ്റ്റാച്യു. അതിൻ്റെ ചുറ്റും കുറേ സ്ത്രീകളും പുരുഷന്മാരും മൃഗങ്ങളും ഒക്കെ ആ പ്രഭാഷണം കേട്ടിരിക്കുന്ന പോലെയുള്ള ഒരു സ്റ്റാച്യു. പിന്നെ അതിൻ്റെ ചുറ്റുമുള്ള ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങൾ, അതൊക്കെയാണ് അതിൻ്റെ അവിടെ കാണാനുള്ളത്. അവിടെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ. ആ മരം എന്നുള്ളത് പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയാണ്. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് അറേഞ്ച് ചെയ്ത് കളർഫുള്ളായിട്ടൊക്കെ ഉള്ളൊരു സ്ഥലം. നല്ല ചൂടായപ്പോൾ നമുക്ക് സോക്സൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ നടക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഈ വർഷം 2023 മാർച്ചിലാണ് റിനോവേറ്റ് ചെയ്തത്. അല്ലെങ്കിൽ ഇത് പണ്ടത്തെ ഒരു അമ്പലം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ ഇപ്പോഴാണ് ഉണ്ടാക്കിയത്, 5-6 മാസം മുന്നേ. അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രസത്തിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീനായി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു ഇതായിരുന്നു. അതിന് ചുറ്റും കാണുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആണ്. ആ ഒരു പീകോക്ക് ഫെദറിൻ്റെ തരത്തിലുള്ള ഒരു അമ്പലം, അതിനുള്ളിലൊരു സ്റ്റാച്യു ഒക്കെ ഉണ്ട്. ഫുൾ തുംകൂർ എന്നുള്ള ആ ഒരു ഡിസ്ട്രിക്റ്റ് നമുക്ക് മുഴുവൻ ഇവിടുന്ന് കാണാം. പച്ചപ്പും മലകളും ഒക്കെ. അതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ്. കുറച്ച് കുഞ്ഞു കുഞ്ഞു തടാകങ്ങളും കായലും അതൊക്കെ ഉണ്ട് അതിന് ചുറ്റും. വലിയ പാറകളും അങ്ങനെയൊക്കെ ഭയങ്കര ഫോട്ടോ പോയിൻ്റൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വിഹാന് ഫോട്ടോ എടുക്കാൻ വിടാനായിട്ട് പിണങ്ങി. ഇനി അവന്റെ ഫോട്ടോ സെഷനാണ്. ഷീലും വരുന്നുണ്ട്. ഷീലുമ you take the photo but I should come in the photo, okay? നമ്മൾ ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ ഉള്ളിൽ കാണുന്ന 5 അമ്പലം ഉണ്ടെന്ന് പറഞ്ഞാൽ 5 അമ്പലങ്ങളാണ് ഈ കാണുന്നത്. 5ലും ഓരോ മൂർത്തി ഒക്കെ ഉണ്ട്. ജെയിൻ ടെമ്പിളാണ്. ഇതൊക്കെ റീസെൻ്റ്ലി റിനോവേറ്റ് ചെയ്തതാണ്. പക്ഷെ വളരെ പഴയ കാലത്ത് ഉണ്ടായിരുന്ന ടെമ്പിളാണ്.
അപ്പോൾ അവരുടെ മതപണ്ഡിതരും അവരൊക്കെ വരുമ്പോൾ ഇവിടെ സ്പെഷ്യൽ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. എല്ലാവരും കുന്നൊക്കെ കയറി തളർന്ന് തിരിച്ച് പോകാനുള്ള ഇതായി. പോകുന്ന വഴിയിൽ കാമത്ത് എന്ന് പറയുന്നൊരു റെസ്റ്റോറൻ്റാണ് നമുക്ക് ഹൈവേയിൽ കിട്ടിയത്. അവിടെ നിന്ന് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് തനതായ കർണാടക മീൽ കഴിച്ച് അവിടെ നിന്ന് പുറപ്പെട്ടു. വലിയൊരു വണ്ടിയിൽ മറ്റേ വിൻമില്ലിൻ്റെ ഒരു വിങ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. തുംകൂർ സൈഡിലൊക്കെ നമുക്ക് പോകുമ്പോൾ കാണാം കുറേ അധികം വിൻമിൽസ് ഉള്ളത്. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂർ എത്തുമ്പോഴത്തേക്ക് നല്ല മഴയായി. രാത്രിയായി ഞങ്ങൾ തിരിച്ചെത്തുമ്പോൾ രാമേശ്വരം കഫേയിൽ നിന്ന് ഒരു നല്ല കോഫിയും ദോശയും ഐറ്റംസൊക്കെ കഴിച്ച് ബാംഗ്ലൂർ മഴയൊക്കെ ഒന്ന് ആസ്വദിച്ച് രാത്രിയാകുമ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചെത്തി. അപ്പോൾ ഒരു വീക്കെൻഡിൽ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് മന്ദാരഗിരി. വരുന്ന വഴിയിലാണ് ഐക്യ, അതിൽ അവിടെ പോകേണ്ടവർക്ക് അതും കൂടെ ഇതുമായിട്ട് ക്ലബ് ചെയ്യാം. പിന്നെ തിരിച്ച് ബാംഗ്ലൂർ മഴ പോലെ നല്ല കാര്യം വേറെ എന്താ. അപ്പോൾ കൂടുതൽ ട്രാവൽ വീഡിയോസ് കാണാൻ വേണ്ടി പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് നിങ്ങളുടെ കമൻറ്റ്സ് ഷെയർ ചെയ്യൂ. താങ്ക് യു സോ മച്ച്.